അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്. ആ ജീവിതം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് അവസാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. ഏതെന്ത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കുകയോ മരിക്കാൻ കൊതിക്കുകയോ ചെയ്യരുത്. ആത്മഹത്യ വർദ്ധിച്ചു വരുന്ന ഏറെ മുസ്ലിം സമൂഹത്തിലും ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടുതലായിക്കൊണ്ട് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. ഈ ദുനിയാവിലെ ജീവിതം അത് പരീക്ഷണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് മരണവും ജീവിതവും നമുക്ക് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഐഹിക ജീവിതം സഹോദരങ്ങളെ, അൽ മൗത്തു ഫി ദുനിയ വൽ ഹയാത്തു ഫിൽ ആഖിറ, മരണമെന്നത് ഈ ദുനിയാവിലാണുള്ളത്. യഥാർത്ഥ ജീവിതം അത് പാരത്രിക ലോകത്താണ് എന്നുള്ള തിരിച്ചറിവാണ് വിശ്വാസികൾക്കുണ്ടാവേണ്ടത്. പരീക്ഷണത്തിന്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ അത് പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, തൻ്റെ നഫ്സിലും തൻ്റെ ശരീരത്തിലും തൻ്റെ മക്കളിലും സ്വത്തിലുമൊക്കെ. അവസാനം റബ്ബിനെ യാതൊരു പാപവും ചെയ്യാത്തവനായി കണ്ടുമുട്ടുന്നത് വരെ അവൻ്റെ ജീവിതം പരീക്ഷണത്തിലാണ്. എന്ത് വന്നാലും ശരി, ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി എല്ലാം നേരിടാനുള്ള ഈമാനികമായ മനക്കരുത്ത്, റബ്ബിൽ ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സാണ്, ശക്തമായ ഒരു മനസ്സിനുടമകളാവുക എന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ, നിശ്ചയമായും പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട്, നിശ്ചയമായും പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാവും. ആ രൂപത്തിലാണ് ജീവിതം ഇവിടെ ദുനിയാവിലുള്ളത്. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവന് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അജബൽ ലി അംരിൽ മുഅ്മിൻ, നിശ്ചയമായും സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, അവന്റെ കാര്യമെല്ലാം അവന് നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിക്കല്ലാതെ ഈ ഒരു നന്മ ഉണ്ടാവുകയില്ല. അവന് സന്തോഷമുണ്ടാവുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നു, അതവന് ഖൈറാണ്. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവൻ ക്ഷമിക്കുന്നു, അതും അവന് ഖൈറാണ്. ഒരിക്കലും തന്നെ അവൻ തളർന്നു പോകുന്നില്ല. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരിക്കൽ ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, നിങ്ങളിൽ ഒരാളും അവരുടെ കർമ്മങ്ങൾ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല എന്ന്. അവർ ചോദിച്ചു, നബിയെ അങ്ങയുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല അന, ഞാനുമില്ല, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, അല്ലാഹു അവന്റെ ഫദ്ൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ. ഫസദ്ദിദു വഖാരിബു, നിങ്ങൾ സത്യത്തോട് ചേർന്ന് നിന്ന് നേരായ മാർഗത്തിൽ മുന്നോട്ട് പോവുക. വലാ യതമന്നയന്ന അഹദകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ കൊതിക്കരുത്. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു അൻ യസ്ദാദ ഖൈറ, നല്ലയാളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള ഒരവസരം ലഭിച്ചേക്കാം. വ ഇമ്മാ മുസീഅൻ, തിന്മയിൽ ജീവിക്കുന്ന അയാളാണെങ്കിൽ അയാൾ ഫലഅല്ലഹു അൻ യസ്തഅതിബ, ആ തിന്മയിൽ നിന്ന് അയാൾ മടങ്ങിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മരണത്തെക്കുറിച്ച് മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത മിൻ ദുർരിൻ അസാബഹു, തനിക്ക് ബാധിച്ച വിപത്തിൽ ഒരിക്കലും മരണത്തെ നിങ്ങളാരും കൊതിക്കുക തന്നെ ചെയ്യരുത്. ഫഇൻ കാന ലാ ബുദ്ദ ഫായിലൻ, ഇനി അവനെ നിർബന്ധമാണ് എങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, ഫൽയഖുൽ അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി, അല്ലാഹുവേ എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എനിക്ക് ജീവിതം നൽകണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി, എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ എനിക്കത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഒരിക്കലും സഹോദരങ്ങളെ ജീവിതത്തെ നശിപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുവദനീയമല്ല. അവൻ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോൾ അവന്റെ പ്രതിഫലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാ, എത്രത്തോളം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുവോ അത്രത്തോളം പ്രതിഫലം ലഭിക്കും. വ ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു, അല്ലാഹ് ഇഷ്ടപ്പെട്ട ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതിൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു തൃപ്തിപ്പെടും, അതിൽ നമ്മൾ ദേഷ്യം വന്നാൽ അള്ളാഹു നമ്മോട് കോപിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നന്ദിയുള്ള അടിമകളായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.